ഹലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ പുതിയ ജെറ്റ് പാക്ക് വെർഷൻ ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു ഒരു വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ വെബ് ബിസിനസ് വെബ് API ഇനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വന്തം വാട്സപ്പ് നമ്പറിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനഫായിട്ടുള്ള ക്രെഡിറ്റ്സ്, നമ്മുടെ മെസ്സേജ് അയക്കാൻ ആവശ്യമായ ക്രെഡിറ്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് മെസ്സേജുകൾ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു 100 മെസ്സേജ് അയക്കുന്നതിന് അനുസരിച്ച് ക്രെഡിറ്റ്സുകൾ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ റെഡിയാക്കി വെക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾ മെനുസിലാണ് ഉണ്ടാവുക. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മെനു കാണാൻ പറ്റും. അവിടെ 2 മെനുകളുണ്ട്. ഒന്ന് ക്യാമ്പയിൻസ് ഉണ്ട്, രണ്ടാമത് ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്യാമ്പയിൻ എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാമ്പയിൻ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ശരിക്കും പറയുന്ന ഒരു വെബ് വാട്സപ്പ് മാർക്കറ്റിംഗ് മെത്തേഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ പ്രധാനമായിട്ടും വേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടെംപ്ലേറ്റ് ആണ്. എന്താണ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം സാധാരണ നമ്മൾ വാട്സപ്പിലൂടെ നമ്മൾ മെസ്സേജുകൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ആൾക്കാർക്ക് അയക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് വെക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പല ഫയലുകളും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മുടെ എൻഡ് ടു എൻഡ് ആയിട്ടുള്ള നോർമൽ വാട്സപ്പിലൂടെയാണ്. പക്ഷെ ഒരു ബിസിനസ് ആകുമ്പോൾ നമുക്ക് ഒരിക്കലും ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് 100 കസ്റ്റമർ ഉണ്ട്, 120 കസ്റ്റമർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് കസ്റ്റമർ ഉണ്ട്. അപ്പോൾ അവർക്കൊരു ഓഫർ സെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തു, അതിൻ്റെ ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക് ആയിട്ട് പോകണം. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ എന്താ പറയുക, നമ്മുടെ ജെറ്റ് പാക്കിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകൾ, ഓട്ടോമേറ്റഡ് മെസ്സേജുകൾ കസ്റ്റമേഴ്സിന് പോകുന്നത് പോലെ തന്നെ നിങ്ങൾക്കൊരു 100-120 കസ്റ്റമേഴ്സിലേക്ക് പെട്ടെന്ന് മെസ്സേജുകൾ അയക്കണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മെസ്സേജുകളും ടൈപ്പ് ചെയ്തിട്ട് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അത് മാത്രമല്ല, മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു വോളിയം എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ അവിടെ മറ്റൊക്കെ ചില തരത്തിലുള്ള കുറച്ച് സെക്യൂരിറ്റി പോളിസീസ് ഉണ്ട്, കുറച്ച് പ്രൈവസി, അതുപോലെ തന്നെ അവരുടെ മാർക്കറ്റിംഗ് പോളിസീസുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ക്യാമ്പയിനിൽ അവരൊരിക്കലും ഒരു ടെക്സ്റ്റ് മെസ്സേജുകളൊന്നും സപ്പോർട്ട് ചെയ്യില്ല. പകരം നമ്മൾ എന്താണോ കസ്റ്റമർ അയക്കാൻ പോകുന്ന മെസ്സേജ്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള മെസ്സേജുകളാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മെസ്സേജുകളാണ്, ആ മെസ്സേജുകൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കി അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ രൂപഘടന റെഡിയാക്കി, ഇപ്പം അതിനകത്തൊരു ഇമേജ് അറ്റാച്ച് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മെസ്സേജുകളാണോ. സപ്പോസ് ഒരു ഓഫർ ഇപ്പോൾ iPhone 17 നമ്മൾ ലോഞ്ച് ചെയ്തു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്കൊരു ഓഫർ കൊടുക്കണമെങ്കിൽ അപ്പോൾ അതൊരു മാർക്കറ്റിംഗ് മെസ്സേജാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെ കാണിക്കാം, അതിൻ്റെ ഫോട്ടോ ഉണ്ടാവും. അപ്പോൾ പറയാം നമ്മുടെ ഷോപ്പിനകത്ത് ഇത്ര ഓഫർ നടക്കുന്നുണ്ട്, അപ്പോൾ ആദ്യം വരുന്ന കസ്റ്റമർ 20% ഓഫർ ഉണ്ട് എന്ന് പറയുന്ന ഒരു കസ്റ്റമർ, അങ്ങനെ ഒരു മാർക്കറ്റിംഗ് മെസ്സേജാണോ? അങ്ങനെയല്ല, ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ യൂട്ടിലിറ്റി മെസ്സേജ് ആണോ? ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു നമുക്കൊരു 100 കസ്റ്റമേഴ്സ് ഉണ്ട് ബേസിക്കലി പൈസ തരാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് പേയ്മെന്റ് ഒന്നും തരാതിരിക്കുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് ബേസിക്കലി എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ 100 കസ്റ്റമർ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു മെസ്സേജ് അയക്കണം. പക്ഷെ അതൊരിക്കലും മാർക്കറ്റിംഗ് മെസ്സേജ് അല്ല. അവരെ നമ്മൾ ശരിക്കും എന്താണ്, അവരുടെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങോട്ട് കിട്ടാനും അല്ലെങ്കിൽ നമ്മളിലേക്ക് മേടിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ മെസ്സേജുകൾ, നമ്മൾ അതിനെ യൂട്ടിലിറ്റി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അത് യൂട്ടിലിറ്റി മെസ്സേജുകളാണോ? അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതായത് അതിന്റെ സ്ട്രക്ചർ എന്താണ്, ഘടന എന്താണ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി മെറ്റയോട് നമ്മൾ നേരത്തെ പറഞ്ഞ് അവരുമായിട്ടൊരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്ത്, അതായത് അവരുടെ അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് നമുക്കൊരു ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടുള്ള സ്റ്റെപ്പുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെംപ്ലേറ്റ് ക്രിയേഷൻ ആണ്. രണ്ടാം സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ടെംപ്ലേറ്റ് അപ്രൂവ് ആവുമോ റിജക്റ്റ് ആവുമോ എന്നുള്ളത് നമുക്ക് അറിയണം. അതായത് മെറ്റയുടെ ഭാഗത്ത് നിന്ന് നമുക്കത് അപ്രൂവ്ഡ് ആവുകയാണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുമോ ഉള്ളത് നമ്മൾ അറിയണം. ക്യാമ്പയിന് വേണ്ടിയിട്ട് നമുക്ക് അപ്രൂവ്ഡ് ആയിട്ടൊരു മെസ്സേജ് ടെംപ്ലേറ്റ് ആണ് അത്യാവശ്യമായിട്ടുള്ളത്. അപ്പം നമുക്ക് അത് നിർബന്ധമായിട്ടും വേണം. രണ്ടാം സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ ടെംപ്ലേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ടെംപ്ലേറ്റിനകത്തുള്ള കണ്ടന്റുകൾ നമ്മൾ ഫില്ല് ചെയ്യണം. ഇപ്പം പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണ്,
അപ്പോൾ ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളും പ്ലസ് അതിൻ്റെ ഒരു ഇമേജ് ഉണ്ടാവാം. ഇനി അങ്ങനെയല്ല, നമ്മളൊരു കസ്റ്റമർ ഇൻവോയ്സ് അയക്കാൻ ഡോക്യുമെന്റുകൾ ഉണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓപ്പറേഷണൽ പ്രൊമോഷണൽ എന്താ പറയുക കൂപ്പൺ അല്ലെങ്കിൽ വൗച്ചർ അയക്കുകയാണ്, അതൊരു ഡോക്യുമെന്റ് ആയിരിക്കാം. ഓക്കെ, അല്ല പ്ലെയിൻ ടെക്സ്റ്റ് മാത്രമാണെങ്കിൽ ടെക്സ്റ്റുകളായിരിക്കാം. അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ടെംപ്ലേറ്റ് ഫില്ല് ചെയ്യണം. അതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഇതിനെ ഷെഡ്യൂൾ ചെയ്യണം. ഓക്കെ, അതായത് എന്നത്തേക്കാണ് നമ്മളിത് ഈ ക്യാമ്പയിൻ നമ്മൾ അയക്കേണ്ടത്, ഇന്നത്തേക്കാണോ, അത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പോകേണ്ടതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സപ്പോസ് ഇപ്പോൾ ഓണത്തിന്റെ അന്ന് നമുക്ക് ഒരു കുറച്ച് മെസ്സേജുകൾ പോകണം. അപ്പൊ നമുക്ക് അന്ന് ഓണത്തിന്റെ അന്ന് രാവിലെ വന്ന് മെസ്സേജ് അയക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ നമ്മൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് പോസ്റ്റ് ക്രിയേറ്റ് ആകുന്നതുപോലെ ഇത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ടൈമിൽ ഈ മെസ്സേജുകൾ പോയിക്കോളും. ഓക്കെ, ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിംഗ്, അതായത് വാട്സപ്പ് മാർക്കറ്റിന്റെ ക്യാമ്പയിനിങ് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒന്നാമത്തെ സ്റ്റെപ്പായ ടെംപ്ലേറ്റ് ക്രിയേഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന മെനുവിലേക്ക് വരികയാണ്. അപ്പോൾ ടെംപ്ലേറ്റിൽ നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ടെംപ്ലേറ്റിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മൾ അറിയേണ്ടത് എന്തൊക്കെ, ഞാൻ നേരത്തെ ഓൾറെഡി ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്തൊക്കെയാണ് നമ്മുടെ ടെംപ്ലേറ്റുകൾ, അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ടെംപ്ലേറ്റ്സുകൾ നമ്മളിൽ ഉണ്ടെന്നുള്ളത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് അത് ക്രിയേറ്റ് ചെയ്തതിനെ പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു സിറ്റുവേഷൻ എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഇപ്പൊ ഞാൻ ഇവിടെ എടുക്കാൻ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ബേസിക്കലി എന്റെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. ഓക്കെ, സേ സപ്പോസ് ഇപ്പം എന്താ പറയുക, ഞാൻ പറയാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഐഫോൺ 17 പ്രോ സീരീസ് എന്റെ കടയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, ബേസിക്കലി അപ്പോൾ ആ ലോഞ്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലോഞ്ച് ആയിട്ടുണ്ട്, ആ ലോഞ്ചായ അതിനെ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് വന്നു എന്നുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ അറിയണം. അതാണ് എന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് പറ്റുന്ന ഒരു ടെംപ്ലേറ്റ് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാർക്കറ്റിംഗ് വന്നു, ടെംപ്ലേറ്റ്സിലേക്ക് വന്നു, അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ന്യൂ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന മെനു ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ക്രിയേറ്റ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന മെനു ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടെംപ്ലേറ്റ് കാറ്റഗറിയാണ്. അത് മാർക്കറ്റിംഗ് ആണോ യൂട്ടിലിറ്റി ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് മെസ്സേജ് കാറ്റഗറി ഉണ്ട്, ബേസിക്കലി മാർക്കറ്റിംഗ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഉണ്ട്. അപ്പൊ എന്താണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊമോഷണൽ മെസ്സേജുകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ സെയിൽസോ കൺവേർഷൻസോ നടക്കുന്ന തരത്തിലുള്ള എന്താ പറയുക മെസ്സേജസുകളാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പ്രൊമോഷണൽ മെസ്സേജസുകൾ, അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ ഈ ലോഞ്ചിങ് സാധനങ്ങൾ, അല്ലെങ്കിൽ ഓഫറുകൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രൊമോഷണലായിട്ടുള്ള ലൈക്ക് വൗച്ചേഴ്സ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റ് ചെയ്യുമ്പോൾ പുതിയ പ്രൊഡക്റ്റ് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ലോഞ്ച് ആയതിന്റെ വിവരങ്ങൾ അറിയിക്കുന്നത്, ഇതൊക്കെ മാർക്കറ്റിംഗ് മെസ്സേജുകളാണ്. അപ്പൊ ഈ മാർക്കറ്റിംഗ് മെസ്സേജുകൾക്ക് മറ്റേ സെപ്പറേറ്റ്, അതായത് സാധാരണ യൂട്ടിലിറ്റി മെസ്സേജുകളെക്കാൾ കൂടുതൽ പൈസ മേടിക്കാറുണ്ട്. ഓക്കെ, നമുക്കൊരു 40 പൈസയാണ് നമ്മുടെ എന്താ പറയുക യൂട്ടിലിറ്റി മെസ്സേജുകളെങ്കിൽ 40-80 പൈസ വരെ മാർക്കറ്റിംഗിൽ മേടിക്കാറുണ്ട്. നെക്സ്റ്റ് കാറ്റഗറി എന്താണ്? യൂട്ടിലിറ്റി കാറ്റഗറിയാണ്. യൂട്ടിലിറ്റി കാറ്റഗറി എന്ന് പറയുന്നത് ബേസിക്കലി ഇപ്പൊ ട്രാൻസാക്ഷൻ മെസ്സേജുകളാണ്. ഇപ്പൊ നമ്മുടെ ജെറ്റ് പാക്കിനകത്ത് നിന്ന് കസ്റ്റമേഴ്സിന് പോകുന്ന എല്ലാ ഓട്ടോമേറ്റഡ് മെസ്സേജസുകളും ബേസിക്കലി യൂട്ടിലിറ്റി മെസ്സേജുകളാണ്. ഇപ്പൊ സേ സപ്പോസ് ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തു, അല്ലെങ്കിൽ കേസ് ക്രിയേറ്റ് ചെയ്തപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ ഡിവൈസ് ഡെലിവേർഡ് ആയി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂട്ടിലിറ്റിയാണ്. ബിക്കോസ് യൂട്ടിലിറ്റി മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചില ഇൻഫർമേഷൻസ് ആണ്, അല്ലാതെ അവിടെ ആ കസ്റ്റമറും നിങ്ങളും തമ്മിലുള്ള അല്ലെങ്കിൽ ആ മെസ്സേജ് കൊണ്ട് കസ്റ്റമറിന് ഒരു ദോഷം ഉണ്ടാകുന്നില്ല. കസ്റ്റമർ അറിയേണ്ട കാര്യങ്ങളാണ്. ഇപ്പം ഒരു ജോബ് ഷീറ്റ് ക്രിയേറ്റ് ആയെന്നുള്ളത് കസ്റ്റമറിന് മസ്റ്റായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ പ്രൊമോഷൻസ് ഇപ്പൊ സേ സപ്പോസ് നിങ്ങളുടെ കടയിൽ ഒരു പുതിയ ഓഫർ വരുന്നു, അത് കസ്റ്റമർ അറിയണം എന്നുള്ളത് അവരുടെ ചോയ്സ് ആണ്. ഓക്കെ, അവരുടെ ചോയ്സ് ആണ്. നിങ്ങൾ ഇപ്പം സേ സപ്പോസ് അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരുന്നത് വെച്ചാൽ മെറ്റന്റെ പ്രൈവസി പോളിസിയാണ്. ഓക്കെ, ഇപ്പൊ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ മെറ്റന്റെ പോളിസി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലും ബന്ധമോ പരിചയമോ ഇല്ലാത്ത ഒരാൾക്ക് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ടെംപ്ലേറ്റ് വെച്ചിട്ട് മെസ്സേജ് അയക്കാൻ പറ്റില്ല. ഓക്കെ, ഒന്നുകിൽ അവര് ഇങ്ങോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിരിക്കണം, അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾക്ക് അവരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം.
ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് മെസ്സേജുകൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഡെലിവേർഡ് ആവുള്ളൂ, അല്ലെങ്കിൽ അത് റിജക്റ്റ് ആയി പോകും. ഇനിയിപ്പോൾ യൂട്ടിലിറ്റി മെസ്സേജ് ആണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. യൂട്ടിലിറ്റി മെസ്സേജ് നിങ്ങളുടെ ഏത് കസ്റ്റമറും ഇപ്പം, അതായത് നിങ്ങളുടെ, അതുകൊണ്ടാണ് ഇപ്പം ജെറ്റ് പാക്കിന്റെ യൂട്ടിലിറ്റി മെസ്സേജ്, അതായത് നമ്മുടെ ജോബ് ക്രിയേഷൻ മെസ്സേജുകൾ എല്ലാ കസ്റ്റമറിലേക്കും എത്തപ്പെടുന്നത് യൂട്ടിലിറ്റി ആയതുകൊണ്ടാണ്. ഓക്കെ, കാരണം അത് കസ്റ്റമർ ഇപ്പൊ ജോബ് ഷീറ്റ് ക്രിയേറ്റ് ആയെന്നുള്ളത് ഒരു നോൺ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അത് അവർ അറിഞ്ഞേ പറ്റൂ, അത് അവർക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അത് അവര് ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ യൂട്ടിലിറ്റി മെസ്സേജുകൾ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ എനിക്ക് ഒരു മാർക്കറ്റിംഗ് മെസ്സേജ് ടെംപ്ലേറ്റ് യൂട്ടിലിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്താൽ പോരെ? ഇല്ല, അത് മെറ്റേൻ്റെ ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് അവരുടെ അപ്രൂവൽ മെക്കാനിസത്തിൽ അത് ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്യും. നിങ്ങളുടെ കാറ്റഗറീനെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ മാർക്കറ്റിംഗിൽ യൂട്ടിലിറ്റിയിലാണ് നിങ്ങൾ മാർക്കറ്റിംഗ് മെസ്സേജ് കൊടുത്തതെങ്കിലും മെറ്റ അപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അത് യൂട്ടിലിറ്റി അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് അവർ ചെയ്യുള്ളൂ. സോ ഇതാണ് അതിന്റെ പ്രത്യേകത പറയുന്നത്. അപ്പം ഒരു 24 hour വിൻഡോ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കസ്റ്റമറിന്. അപ്പൊ നിങ്ങളിപ്പോൾ ഒരു കസ്റ്റമർ ഒരു ഇനീസിയേഷൻ, അതായത് ഒരു മെസ്സേജ് ഇങ്ങോട്ട് ഹായ് നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ ബിസിനസ് വാട്സ്ആപ്പ് API ആണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ തിരിച്ച് റിപ്ലൈ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ടെംപ്ലേറ്റുകളിലൂടെ മാത്രമേ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാർക്കറ്റിംഗ് മെസ്സേജുകളാണെങ്കിൽ ഒരിക്കലും ഫ്രഷ് ആയിട്ട് നമുക്കൊരു മാർക്കറ്റിംഗ് മെസ്സേജ് ഒരു കാരണവശാൽ കഴിഞ്ഞാലും ഒരു കസ്റ്റമറിന് അയക്കാൻ പറ്റില്ല. പകരം യൂട്ടിലിറ്റി മെസ്സേജുകൾ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഈ കസ്റ്റമർ, അപ്പം നമ്മുടെ കസ്റ്റമേഴ്സ്, അതായത് ജെറ്റ് പാക്ക് ഉപയോഗിക്കുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കസ്റ്റമേഴ്സ് അതായത് ജെറ്റ് പാക്ക് ഉപയോഗിച്ച് മെസ്സേജുകൾ അയക്കുന്ന, ഓൾറെഡി യൂട്ടിലിറ്റി മെസ്സേജുകൾ അയച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് മാർക്കറ്റിംഗ് മെസ്സേജുകൾ എത്തിക്കൊള്ളും. കാരണം എന്താണ്? നിങ്ങൾ ഓൾറെഡി അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ റെഡി ആക്കിയിട്ടുണ്ട് യൂസിങ് അവർ യൂട്ടിലിറ്റി മെസ്സേജ് ടെംപ്ലേറ്റുകൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് അതിന്റെ ബേസിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 കാറ്റഗറി ഉണ്ട് ഞാൻ പറഞ്ഞു, മാർക്കറ്റിംഗ് ഉണ്ട്, യൂട്ടിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു മാർക്കറ്റിംഗ് മെസ്സേജ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മാർക്കറ്റിംഗ് മെസ്സേജ് സെലക്ട് ചെയ്തു. ഓക്കെ, അടുത്തത് ടെംപ്ലേറ്റ് നെയിം ആണ്. ഈ ടെംപ്ലേറ്റ് നെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ടെംപ്ലേറ്റ് നെയിം വെച്ചിട്ടാണ് മെറ്റയിലേക്ക് നമുക്ക് അപ്ലോഡ് പോകുന്നത്. അപ്പോൾ ടെംപ്ലേറ്റ് നെയിമിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, ഒന്നുകിൽ അത് ലോവർ കേസ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് അണ്ടർസ്കോർ ഉപയോഗിക്കണം, നമ്പേഴ്സ് ഉപയോഗിക്കാം. ഇപ്പൊ ഇവിടെ ഞാൻ പറയാണ് മൈ മെസ്സേജ് ടെക്സ്റ്റ് V1 എന്ന് പറയുന്ന ഒരു മെസ്സേജ് എടുത്തു. ഓക്കെ, ടെംപ്ലേറ്റ് ഞാനൊരു നമ്പർ കൊടുത്തു, പേര് കൊടുത്തു. ഒരിക്കലും അത് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല, അത് സ്മോൾ ലെറ്റർ തന്നെ ആയിരിക്കണം. അണ്ടർസ്കോർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, സ്പേസ് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത ടെംപ്ലേറ്റ് ടൈപ്പ് ആണ്. ഈ ടെംപ്ലേറ്റ് ടൈപ്പ് എന്താണ്? അത് ടെക്സ്റ്റ് ആണോ, ഇമേജ് ആണോ, ഡോക്യുമെന്റ് ആണോ? ടെക്സ്റ്റ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ടെക്സ്റ്റ് ആണ്. നമ്മുടെ ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ആ മെസ്സേജുകൾ ടെക്സ്റ്റ് മെസ്സേജ് ആണ്. ഇനി അങ്ങനെയല്ല, നമുക്കൊരു ഇമേജ് ആണ് സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പുതിയ ലോഞ്ച്, ഇപ്പോൾ ഐഫോൺ ലോഞ്ച് ചെയ്തത്, അപ്പോൾ നമുക്ക് ഇമേജ് ആണ് എടുക്കേണ്ടത് ബേസിക്കലി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇമേജ് എന്ന് പറയുന്ന രീതിയിലേക്ക് ആ ടെംപ്ലേറ്റ് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ മെസ്സേജ് എന്നുള്ളതാണ്. ഇനി നമ്മൾ എന്ത് മെസ്സേജാണ് കൊടുക്കേണ്ടത്? അപ്പം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ്, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഹലോ രാജു, ഓക്കെ, our new product is available at store. Okay, ഇങ്ങനെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് വിചാരിക്കുക. ഒന്നാമത്തെ കേസ് വെച്ചാൽ നമുക്കിവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലൈൻ കൊടുക്കാൻ പറ്റില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒറ്റ ലൈനെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഹലോ രാജു അവർ ന്യൂ പ്രൊഡക്റ്റ് ഈസ് അവൈലബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ മെസ്സേജ് നോക്കിയാൽ മതി, ഹലോ രാജു അവർ ന്യൂ പ്രൊഡക്റ്റ് ഈസ് അവൈലബിൾ ദ സ്റ്റോർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇമേജ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ രാജുവിന് എന്ന് പറയുന്ന കസ്റ്റമറിന് വേണ്ടിയിട്ട് നമുക്കൊരു, അതായത് ഈ രാജുവിന് വേണ്ടി മാത്രമേ നമുക്ക് ടെംപ്ലേറ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? അപ്പുറത്തൊരു രവി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുമാർ ഉണ്ടെങ്കിൽ അവിടെ ഈ കസ്റ്റമറിന്റെ പേര് ഓട്ടോമാറ്റിക്കലി മാറേണ്ടി വരും, അല്ലെ? അപ്പൊ ഈ ഹലോ രാജു അവർ ന്യൂ പ്രൊഡക്റ്റ് ഈസ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെംപ്ലേറ്റ് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ രാജു എന്ന് പറഞ്ഞ ഈ ടെംപ്ലേറ്റിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ടെംപ്ലേറ്റ് രാജുവിന് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ, ഇത് വേറൊരാൾക്ക് അയക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ക്രിയേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. അവിടെയാണ് ഡൈനാമിക് പാരാമീറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരും. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് ഡൈനാമിക് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ? ഡൈനാമിക് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് എവിടെയൊക്കെയാണോ നമ്മൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി വരിക,
ഇപ്പം സേ സപ്പോസ് ഇപ്പം നിങ്ങളൊരു കോമൺ ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഇപ്പം ഞാൻ പറയാണ് ഈ ടെംപ്ലേറ്റ് തന്നെ എനിക്ക് ഇപ്പം ഐഫോൺ മാറിയിട്ട് എന്താ പറയുക വേറൊരു പ്രൊഡക്റ്റിൽ ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കും? ഒന്ന് കസ്റ്റമർ മാറിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പോൾ ഈ കസ്റ്റമർ നെയിം എന്ന് പറയുന്ന ഡൈനാമിക് പാരാമീറ്റർ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇമേജ് നമുക്ക് മാറ്റിയാൽ മതി വേറെ പ്രൊഡക്റ്റ് ആകുമ്പോഴത്തേക്കും. അപ്പൊ ഇമേജ് ഡൈനാമിക് പാരാമീറ്റർ ആണ്. ഇനി പ്രൊഡക്റ്റിന്റെ നെയിം ഉണ്ടെങ്കിൽ അതും ഒരു ഡൈനാമിക് പാരാമീറ്റർ ആണ്. കാര്യം എന്താണ്, ഇപ്പൊ ഞാനിപ്പോ പറയാണ്, ഇപ്പം ഒരു ടെംപ്ലേറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ട് അപ്രൂവൽ എടുത്തു. അപ്പം കസ്റ്റമർ നെയിം, അതായത് കസ്റ്റമർ നെയിം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ കസ്റ്റമറിനും നമുക്ക് ഓരോരോ ആ കസ്റ്റമറിന്റെ പേര് വെച്ചിട്ടുള്ള ടെംപ്ലേറ്റ് നമുക്ക് അയക്കാൻ പറ്റും. ഇനി പ്രൊഡക്റ്റ് നെയിം ഇപ്പൊ ഐഫോൺ 15, 17 പ്രോ ആണെങ്കിൽ നാളെ അത് 18 പ്രോ ആയിട്ട് മാറാം. അപ്പൊ അവിടെ പ്രൊഡക്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഡൈനാമിക് പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ബേസിക്കലി? അപ്പൊ ഈ ഡൈനാമിക് പാരാമീറ്റർ നമ്മൾ എങ്ങനെ കണക്കാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയാണ്, ഇപ്പം എന്റെ മെസ്സേജ് ഹലോ, അടുത്ത എനിക്ക് കസ്റ്റമർ നെയിമാണ് വേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഒരു കസ്റ്റമർ നെയിം എന്ന് പറഞ്ഞാൽ ഒരു ഡൈനാമിക് പാരാമീറ്റർ ആണ്. അവിടെ എനിക്ക് കസ്റ്റമർ നെയിമിന്റെ ഭാഗത്ത് എനിക്ക് ഹലോ രവി വരാം, ഹലോ രാഹുൽ വരാം, ഹലോ ഗോപുകുമാർ വരാം, അല്ലെങ്കിൽ കുമാർ വരാം, എന്തും ആയിക്കൊള്ളട്ടെ. അപ്പൊ ഹലോ കഴിഞ്ഞിട്ട് ഞാൻ 2 കേർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് 1 എന്ന് പറയുന്ന ഒരു നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഒന്നാമത് ഡൈനാമിക് പാരാമീറ്റർ ആയി. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ട ഈ ഇങ്ങനെ ഇടുമ്പോഴത്തേക്കിനും താഴെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് സാമ്പിൾ വാല്യൂ എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇവിടെ ഞാൻ പറയാണ് എന്താണ് സാമ്പിൾ വാല്യൂ. ഞാൻ പറയാണ് കസ്റ്റമർ നെയിം ആണ് ഇവിടെ. ഓക്കെ, അപ്പൊ കണ്ടോ ഹലോ കസ്റ്റമർ നെയിം. ഓക്കെ, അപ്പൊ എന്താ ഒന്നാമത്തെ പാരാമീറ്റർ കസ്റ്റമർ നെയിം ആയിട്ട് മാറി ഇവിടെ. അപ്പൊ ഈ കസ്റ്റമർ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കയ്യിലുള്ള കസ്റ്റമർ നെയിമുകൾ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ 100 കസ്റ്റമർ നെയിം ഉണ്ടെങ്കിൽ ഈ ടെംപ്ലേറ്റ് പോകുമ്പോഴത്തേക്കും കസ്റ്റമർ നെയിം 1, 2, 3 ഇപ്പൊ രാഹുൽ, ഗോപു, കുമാർ എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിൽ പൊക്കോളും. അപ്പൊ ഇതാണ് ഡൈനാമിക് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒന്നാമത്തെ പാരാമീറ്റർ കസ്റ്റമർ നെയിമാണ്. ഓക്കെ, ഞാൻ കൊടുക്കുന്നു. ഓക്കെ, അവർ ന്യൂ പ്രോഡക്റ്റ്. ഇനി ഞാൻ പറയാണ് പ്രൊഡക്റ്റ് നെയിം എനിക്ക് നാളെ മാറാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, രണ്ടാമത്തെ ഡൈനാമിക് പാരാമീറ്റർ ആയിട്ട് പ്രൊഡക്റ്റ് നെയിം കൊടുക്കുന്നു. അപ്പൊ ഞാൻ കൊടുക്കുന്നു പ്രോഡക്റ്റ് നെയിം. അപ്പൊ അവർ ന്യൂ പ്രൊഡക്റ്റ്, അതായത് അവർ ന്യൂ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ രണ്ടാമത്തത്, അതായത് പ്രൊഡക്റ്റ് നെയിം. അതായത് നാളെ എനിക്ക് ഐഫോൺ 13 ആകാം, 14 ആവാം, 15 ആവാം, 16 ആവാം, 17 ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ പ്രൊഡക്റ്റ് ഈസ് launched in our store. ഓക്കെ, ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം താങ്ക് യു ഓർ പ്ലീസ് വിസിറ്റ് to purchase the വേണമെങ്കിൽ അതും കൂടെ ഞാൻ പിന്നെയും കൊടുക്കാണ്. 3 സെയിം പ്രൊഡക്റ്റ് നെയിം തന്നെയാണ് എനിക്ക് ഇവിടെ വേണ്ടതെന്ന് വിചാരിക്കാം. ഓക്കെ, പ്രൊഡക്റ്റ് നെയിം സെയിം പ്രൊഡക്റ്റ് നെയിം ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ സംഭവിച്ചത്, അപ്പൊ ഞാൻ പറഞ്ഞു ഹലോ കസ്റ്റമർ അവർ ന്യൂ പ്രൊഡക്റ്റ് എന്താണ്, our new product iPhone 16 Pro launched in our store. Please visit to purchase the iPhone 15 Pro. ഓക്കെ, ഇവിടുത്തെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റ ഒരിക്കലും ഇങ്ങനെ ഒരു ഡൈനാമിക് പാരാമീറ്റർ മാത്രമായിട്ട് മെസ്സേജ് എൻഡ് ചെയ്യാൻ ശ്രമിക്കില്ല. കാര്യം എന്താണ്, എനിക്ക് 3 എന്ന് പറയുന്നതിനകത്ത് വേണമെങ്കിൽ ഒരു മാർക്കറ്റിംഗ് കണ്ടന്റ്, പ്രൊമോഷണൽ കണ്ടന്റ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വൾഗർ ആയിട്ടുള്ള കണ്ടന്റ്. കാരണം ഇത് നമ്മളാണ് ടൈപ്പ് ചെയ്യുന്നത് അല്ലെ. മെറ്റയ്ക്ക് മനസ്സിലാകുന്നുള്ളൂ. മെറ്റയ്ക്ക് എന്താ മനസ്സിലാവുക? ഓക്കെ, ഹലോ കസ്റ്റമർ നെയിം കൊടുക്കുന്നു, പ്രൊഡക്റ്റ് നെയിം കൊടുക്കുന്നുണ്ട്, പ്രൊഡക്റ്റ് നെയിം ഉണ്ട്. അപ്പം ഇവിടെ ഹലോ പ്രൊഡക്റ്റ് നെയിം, ഓക്കെ കസ്റ്റമർ നെയിം. അപ്പൊ ഇവിടെ എക്സ്ട്രാ ഒരു ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ അവിടെ ഇവിടെ ഒരു എൻഡിങ് ഇല്ല. അപ്പോ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഡൈനാമിക് പാരാമീറ്റർ ഇട്ടിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മെസ്സേജ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അവർ ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച്, പ്ലീസ് വിസിറ്റ് ദ please visit to purchase the product. ഞാൻ ബാക്കി ഇടുന്നു താങ്ക് യു
ഫോർ യുവർ ടൈം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ടൈം. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? അപ്പൊ എന്താണ് ഇവിടെ ഒരിക്കലും ഓക്കെ ഇവിടെ ഒരു കണ്ടന്റ് വന്നു, ഓക്കെ എന്തായാലും അപ്പം അത് മനസ്സിലായി ജെനുവിൻ ആണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഒരിക്കലും അത് മെറ്റ റൂളാണ്, നമുക്ക് ഒരിക്കലും ഒരു ഡൈനാമിക് പാരാമീറ്റർ വെച്ച് എൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ഡൈനാമിക് പാരാമീറ്റർ മാത്രമേ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഹലോ കസ്റ്റമർ നമ്മുടെ മെസ്സേജ് റെഡിയായി അല്ലെ, ഹലോ കസ്റ്റമർ നെയിം, കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് നെയിം ലോഞ്ച്ഡ് ഇൻ അവർ സ്റ്റോർ, പ്ലീസ് വിസിറ്റ് ദ പർച്ചേസ് പ്രൊഡക്റ്റ്, താങ്ക് യു ഫോർ യുവർ ടൈം. ഓക്കെ, നമ്മുടെ മെസ്സേജ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തൊരു ഇമേജ് ആണ് ശരിക്കും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെസ്സേജ് ഇങ്ങനെയാണ് പോവുക. ഓക്കെ, ആൻഡ് രണ്ടാമത്തത് ഇനി ഫൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഫൂട്ടർ മെസ്സേജ് ഇപ്പം ഇതിന്റെ ഹെഡർ ആണിത്, ഇത് അതിന്റെ കോണ്ടന്റ് ആണ്. ഇനി അടുത്ത ഫൂട്ടർ നമുക്ക് ആഡ് ചെയ്യാം. ഫൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് വേണമെങ്കിൽ അത് ഓപ്ഷനിലാണ്. ഫൂട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം കൊടുക്കാറുണ്ട് ഇപ്പം ജെറ്റ് പാക്ക് അല്ലെങ്കിൽ മൈ ഷോപ്പ്, അതായത് നമ്മുടെ ഷോപ്പിന്റെ പേര്, അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പം നമ്മൾ ജെറ്റ് പാക്ക് തന്നെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ കണ്ടോ ഇവിടെ ഇതാണ് ഫൂട്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബട്ടൺ, അതായത് എനിക്ക് എന്തെങ്കിലും ഇപ്പം പ്രൊമോഷനിലാണെങ്കിൽ ഇപ്പം നമ്മുടെ ഇപ്പം വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഇപ്പം സപ്പോസ് കോൾ ടു ആക്ഷൻ കൊടുക്കാം. ഇപ്പം ഇവിടെ കോൾ ടു ആക്ഷൻ കൊടുക്കുന്നതിലേക്ക് ഇവിടെ കണ്ടോ ഫോൺ നമ്പർ കൊടുക്കാം, URL കൊടുക്കാം. ഫോൺ നമ്പർ ആണെങ്കിൽ ബട്ടൺ ടൈപ്പ് കോൾ മീ. ഓക്കെ, കണ്ടോ കോൾ മീ, എന്നിട്ട് അവിടെ നമ്പർ കൊടുക്കാം. എന്താണ് അപ്പോൾ 9175608796 അങ്ങനെ കൊടുക്കാം. ഇനി അങ്ങനെ ഫോൺ നമ്പർ അല്ല വെബ്സൈറ്റ് URL ആണെങ്കിൽ ക്ലിക്ക് മീ, കണ്ടോ ക്ലിക്ക് മീ, എന്നിട്ട് ഞാനിവിടെ വെബ്സൈറ്റ് URL കൊടുക്കും. ഓക്കെ ഫൈൻ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെംപ്ലേറ്റ് റെഡിയായി. ഓക്കെ, ടെംപ്ലേറ്റ് നമ്മുടെ മേക്കിംഗ് റെഡി. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെംപ്ലേറ്റിനെ നമ്മൾ അപ്രൂവലിൽ സെൻഡ് ചെയ്യണം. സോ വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മിറ്റ് ഫോർ മെറ്റ അപ്രൂവൽ ആണ്. നമ്മൾ എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ബേസിക്കലി നമ്മുടെ പെൻഡിങ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ മൈ മാർക്കറ്റിംഗ് മെസ്സേജ് റിസീവൻ പെൻഡിങ് ആണ്. ബേസിക്കലി മെറ്റേന്റെ ഒരു അപ്രൂവൽ ടൈം എന്ന് പറയുന്നത് 24 hours to 48 hours ആണ്. ഡിപ്പെൻഡ് ഓൺ ദ മെസ്സേജ് കോണ്ടന്റ്, നമ്മുടെ അക്കൗണ്ട് കുറെ ഡിപ്പെൻഡന്റ് ആണ്. ഫസ്റ്റ് ചിലപ്പോൾ 24 hours തന്നെ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമാവാറുണ്ട്. അപ്പം മിനിമം നമുക്ക് 24 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റും. ഈ അതായത് നിങ്ങൾ എന്നാണോ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതിന് ഒരു 24 മണിക്കൂർ മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ടെംപ്ലേറ്റ് നിങ്ങൾ ലോഡ് ചെയ്ത് മെറ്റീരിയൽ അപ്രൂവൽ സബ്മിറ്റ് ചെയ്യണം. സോ 24 hours കഴിയുമ്പോൾ ആണ് നമുക്ക് കിട്ടുക. ആ സമയത്ത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്രൂവ്ഡ് ക്ലിക്ക് കഴിഞ്ഞാൽ ഇത് നേരത്തെ അപ്രൂവ്ഡ് ആയ 2 മെസ്സേജുകളാണ്. റിജക്റ്റഡ് ഉണ്ടെങ്കിൽ റിജക്റ്റിൽ കാണും, പെൻഡിങ് ആണ് കാണിക്കുന്നത്. ഇപ്പം 24 മണിക്കൂർ കഴിയണം. അപ്പോൾ എന്തായാലും ഈ മെസ്സേജ് ഇപ്പം 24 മണിക്കൂർ കഴിയണം എന്തായാലും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി അപ്രൂവ്ഡ് ആയിട്ടുള്ള 2 ടെംപ്ലേറ്റുകളിനകത്തുണ്ട്, അത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ. ഇപ്പം ഇവിടെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഈ മാർക്കറ്റിങ്ങിനെ പോലെ തന്നെയുള്ള ഒരു മെസ്സേജാണ് ഈ കാണുന്ന സർവീസ് റെക്കോർഡ്, അതായത് ജെറ്റ് പാക്ക് സെൻഡ് സർവീസ് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ടെംപ്ലേറ്റ്. ഇത് ഓൾറെഡി നമ്മുടെ ജെറ്റ് പാക്കിൽ ഉപയോഗിക്കുന്ന ടെംപ്ലേറ്റ് ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ അവിടെ നിന്ന് നിങ്ങളുടെ കസ്റ്റമറിലേക്ക് സർവീസ് റെക്കോർഡുകൾ അയക്കുന്ന സെയിം ടെംപ്ലേറ്റ് ആണ്. നമ്മളതിന് ഒരു സാമ്പിൾ വേണ്ടി ഇവിടെ വെച്ചിരിക്കുന്നുള്ളൂ. അപ്പം ഇത് ഓൾറെഡി മെറ്റ അപ്രൂവൽ കിട്ടിയ ടെംപ്ലേറ്റ്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ മെറ്റയിലേക്ക് അപ്രൂവൽ സബ്മിറ്റ് ചെയ്തു. ഇനി നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഇനി മെറ്റ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടെംപ്ലേറ്റ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റീസൺസ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ പിന്നെയും റീസബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് നമുക്ക് ടെംപ്ലേറ്റ് അപ്രൂവ് ചെയ്ത് കിട്ടി. ഇപ്പം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്രൂവ് ടെംപ്ലേറ്റ് ഉണ്ട്. ഹലോ, ഇതാണ് ഇപ്പം ഇത് 2 ഉണ്ട്. അപ്പം ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഈ ടെംപ്ലേറ്റ് ആണ്. ഇത് ഓൾറെഡി അപ്രൂവ്ഡ് ആണ്. ഇത് യൂട്ടിലിറ്റി മെസ്സേജ് ആണ്. ഇത് നമ്മൾ മാർക്കറ്റിംഗ് മെസ്സേജ് ആണ്. ഇത് മറക്കരുത്, കണ്ടോ ഇത് വ്യത്യാസമുണ്ട്. അപ്പം ഇത് യൂട്ടിലിറ്റി മെസ്സേജുകളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ടെംപ്ലേറ്റിന്റെ മുകളിലുള്ള ക്യാമ്പയിൻ എന്ന് പറയുന്ന മെനുവിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു ക്യാമ്പയിൻ്റെ ജസ്റ്റ് ഒരു മെനു വരുന്നുണ്ട്. ഇവിടെ ക്യാമ്പയിൻ നെയിം നമുക്ക് സെർച്ച് ചെയ്യാം, ഡേറ്റ് സെർച്ച് ചെയ്യാം. പ്രത്യേകിച്ച് വേറെ തരത്തിലുള്ള ഫിൽറ്റേഴ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്ന ഈ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യണം.
അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ ക്യാമ്പയിൻ വിസാർഡിലേക്കുള്ള ഒരു എൻട്രിയാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിവിടെ, അതായത് ഇവിടെ കുറച്ച് കസ്റ്റമേഴ്സ്, ഇത് ഓൾറെഡി എന്റെ കസ്റ്റമേഴ്സ് ആണ്. ഇപ്പൊ നമ്മുടെ ജെറ്റ് പാക്കിൽ ഉപയോഗിക്കുന്ന, നിങ്ങളുടെ ജെറ്റ് പാക്കിലുള്ള സെയിൽസ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, ഏത് വഴിയെങ്കിലും ക്രിയേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി അങ്ങനെയല്ല, ഇൻഡിവിജ്വൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫിൽറ്റേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് സ്റ്റഡി പ്രകാരമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യണമെങ്കിൽ ഒരുപാട് ഫിൽറ്ററുകൾ അവൈലബിൾ ആണ്. ഇപ്പൊ സപ്പോസ് കസ്റ്റമർ നെയിം ഞാൻ പറഞ്ഞു, കസ്റ്റമർ ടാഗിലേക്ക് ഞാൻ വരാം. രണ്ടാമത് ഡിവൈസ് നെയിം, അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ഡിവൈസ്, ഇപ്പൊ സപ്പോസ് 5.15 ഉപയോഗിക്കുന്ന ആൾക്കാർ, അതായത് അത് സർവീസ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ, ഇപ്പം ഐഫോണിന്റെ തന്നെ 16 മോഡൽ ഉപയോഗിക്കുന്ന സർവീസ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആപ്പിൾ ഉപയോഗിക്കുന്ന ആൾക്കാർ, അതായത് മാനുഫാക്ചറർ സർവീസ്, അതായത് ആപ്പിൾ അല്ലെങ്കിൽ HP-ന്റെ കസ്റ്റമേഴ്സ്. ഞാൻ വിൽക്കപ്പെട്ട, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ തോഷിബേന്റെ ലാപ്പ് വിട്ട ആൾക്കാരെ മാത്രമേ കിട്ടണം എന്റെ കടയിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ ഷോപ്പിൽ നിന്ന്. ഇനി അങ്ങനെയല്ല, എമൗണ്ട് ഓഫ് സർവീസ്, ഇപ്പൊ ഞാൻ പറയാണ് 1000 രൂപയ്ക്ക് മുകളിലേക്ക് സർവീസ് എമൗണ്ട് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് മുകളിലേക്കുള്ള ആൾക്കാർ, ഇപ്പൊ എമൗണ്ട് 50,000 രൂപയ്ക്ക് സെയിൽസ് മുകളിലേക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെ എനിക്ക് പെട്ടെന്ന് ഫിൽട്ടർ ചെയ്യണം. അല്ലെങ്കിൽ നോട്ട് വിസിറ്റഡ്, അല്ലെങ്കിൽ ഞാൻ പറയണ ഇപ്പൊ 100 ദിവസമായിട്ട് എന്റെ കടയിലേക്ക് വിസിറ്റ് ചെയ്യാത്ത എന്റെ പഴയ കസ്റ്റമേഴ്സിനെ, അല്ലെങ്കിൽ സെയിൽസിൽ 100 ദിവസമായിട്ട് ഒരു സെയിൽസും ചെയ്യാത്ത എന്റെ കസ്റ്റമേഴ്സിനെ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് 10 ദിവസം ഇടയ്ക്ക്, 10 ദിവസം മുമ്പ്, അതായത് വിത്തിൻ 10 ഡേയ്സിൽ വന്നിട്ടുള്ള സർവീസ് വന്നിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ സെയിൽസിൽ വന്ന ആൾക്കാർ, ഇങ്ങനെ എനിക്ക് ഫിൽട്ടർ ചെയ്യാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി കുറച്ച് കസ്റ്റമർ ലിസ്റ്റുകൾ ഉണ്ടാവാം. ബേസിക്കലി അവരെ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്ന നമ്മുടെ പാർട്ട്ണറിലേക്ക് പോയി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഉണ്ട്. അതിനകത്ത് നമുക്കൊരു പുതിയ മെനു വന്നിട്ടുണ്ട്, ഇമ്പോർട്ട് കസ്റ്റമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് കസ്റ്റമർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സാമ്പിൾ ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു എക്സൽ ഷീറ്റാണ്. ആ എക്സൽ ഷീറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് കസ്റ്റമർ നെയിം ഉണ്ട്, കസ്റ്റമർ ഫോൺ നമ്പർ ഉണ്ട്, കസ്റ്റമർ ടാഗ് ഉണ്ട്. ഈ പറയുന്ന കസ്റ്റമർ നെയിമും കസ്റ്റമർ ഫോൺ നമ്പറും ഇമ്പോർട്ടന്റ് ആണ്, അതായത് മാൻഡേറ്ററി പാരാമീറ്ററുകളാണ്. കസ്റ്റമർ ടാഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മാർക്കാണ്. ഇപ്പൊ ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നോർമൽ ജനറലാണ്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പം സപ്പോസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓണം മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അറിയുകയാണെങ്കിൽ ആ ടാഗിലുള്ള, അതായത് ആ ടാഗിന് ഇവിടെ എന്താ ഗുണം എന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ വെച്ചാൽ നേരെ വന്നിട്ട് നമ്മുടെ നമ്മുടെ ഈ പറയുന്ന കസ്റ്റമർ ടാഗിലേക്ക് വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ടാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ടാർഗറ്റിലുള്ള, അല്ലെങ്കിൽ ആ ഒരു ഇതിലുള്ള കംപ്ലീറ്റ് ഉള്ള കസ്റ്റമർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബാക്കിയുള്ള ഇമെയിൽ, ഓൾട്ടർനേറ്റീവ് ബില്ലിംഗ് ഒന്നും മാനിറ്ററി അല്ല. നിങ്ങൾക്ക് എത്ര കസ്റ്റമേഴ്സിനാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ ഇതേ ഫയൽ, അതായത് ഇതിന്റെ ഹെഡർ ഒന്നും മാറ്റാതെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ട് കസ്റ്റമറിൽ ഈ ഫയൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കസ്റ്റമേഴ്സും ഇവിടേക്ക് ആഡ് ചെയ്യപ്പെടും, പെട്ടെന്ന് തന്നെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടാക്കാം, നിങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സും ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ സെലക്ട് ചെയ്ത് പോവാം. ഇനി അങ്ങനെ സെലക്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ കറണ്ട് വഴിയുള്ള എല്ലാവർക്കും സെലക്ട് ചെയ്യാം, എല്ലാ കസ്റ്റമേഴ്സ് സെലക്ട് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾക്ക് ഫിൽറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ഫിൽറ്റർ എടുക്കാം, അല്ലെങ്കിൽ ബൾക്ക് അപ്ലോഡ് വഴി ചെയ്തിട്ട് നിങ്ങൾക്ക് കസ്റ്റമർ ടാഗ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഞാനിവിടെ വളരെ രണ്ട് പേരെ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഞാനൊരു 3 പേരെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, 3 പേരെ ഞാൻ മാനുവലി സെലക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ ഞാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഈ 3 പേരുടെ ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3P എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ആ 3PP എന്ന് പറഞ്ഞ ഗ്രൂപ്പ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, 3PP ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ
എനിക്ക് 3 കസ്റ്റമേഴ്സിനെ കിട്ടി. അതായത് ഞാൻ നേരെ സെലക്ട് ചെയ്ത അതേ കസ്റ്റമേഴ്സ് തന്നെയാണ്. ഓക്കെ, ഞാനെന്താ വെച്ചാൽ ക്രിയേറ്റ് ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു ക്യാമ്പയിൻ വിസാർഡിലേക്ക് ഞാൻ ഓപ്പൺ ആയിട്ട് വരികയാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് സംഭവിച്ചാൽ എൻ്റെ ക്യാമ്പയിൻ നെയിമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ക്യാമ്പയിൻ നെയിം. ഇപ്പം ഞാൻ പറയാണ് ഇത് നമുക്കറിയാൻ വേണ്ടി മാത്രമാണ്, ഇത് എങ്ങോട്ടേക്ക് സപ്പറേഷൻ ആവശ്യമൊന്നുമില്ല. മൈ മാർക്കറ്റിംഗ് ടെസ്റ്റ് 1. ഓക്കെ, ഞാൻ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ ആ ടെംപ്ലേറ്റ് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഈ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുന്നത്, എനിക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. ഹലോ, യുവർ സർവീസ് റെക്കോർഡ് ജോബ് ID ഹാസ് ബീൻ ജനറേറ്റഡ് സക്സസ്ഫുള്ളി, താങ്ക് യു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി കസ്റ്റമർ സെലക്ട് ചെയ്തു, ആർക്കൊക്കെയാണ് നമ്മൾ അയക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ എനിക്ക് അടുത്ത് വരുന്നത് നമ്മുടെ ക്യാമ്പയിൻ സെറ്റപ്പിനുള്ള ടെംപ്ലേറ്റ് സെറ്റപ്പ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു 2 ഡൈനാമിക് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഡൈനാമിക് പാരാമീറ്റർ 1 ആൻഡ് ഡൈനാമിക് പാരാമീറ്റർ 2 ഹാസ് ബീൻ. ഓക്കെ, അപ്പോൾ ഈ രണ്ടിടത്തിലെ വാല്യൂ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ഈ വാല്യൂ കൊടുത്താൽ മാത്രമേ സിസ്റ്റം അറിയുള്ളൂ ഇതെങ്ങനെയാണ് അയക്കേണ്ടത്, ആർക്ക് അയക്കണം എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് കസ്റ്റമർ നെയിമാണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് കസ്റ്റമർ നെയിം അയക്കാൻ പറ്റില്ല. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ, അതായത് നമ്മൾ ഓൾറെഡി എന്താ പറയുക, ഇവിടെ നമ്മൾ കണ്ടപ്പോൾ നമ്മുടെ ക്യാമ്പയിനകത്ത് ഈ വിസാർഡിനകത്ത് കണ്ടോ, ഇങ്ങനത്തെ കുറച്ച് കസ്റ്റമർ നെയിം, ഫോൺ നമ്പർ, കസ്റ്റമർ ടാഗ്, ഇമെയിൽ, ഓൾട്ടർനേറ്റ് ഫോൺ നമ്പർ, ബില്ലിംഗ് അഡ്രസ്, സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ്, GST, ഇത്രയും സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡീറ്റെയിൽസ് നമുക്ക് ഓരോ കസ്റ്റമറിൻ്റെ ആയിട്ട് നമുക്ക് അയക്കാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ കണ്ടോ ഹലോ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ കസ്റ്റമർ നെയിം ആണ് വേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ ഓൾറെഡി നമ്മുടെ ഈ കസ്റ്റമർ നെയിം ഉണ്ട് കണ്ടോ. അപ്പൊ എന്താണ് കസ്റ്റമർ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരുകൾ എടുത്തോളും. ഇതാണ് നമ്മുടെ കസ്റ്റമർ നെയിമുകൾ. ഇനി നമുക്ക് അവിടെ കസ്റ്റമർ നെയിം അല്ല വേണ്ടത്. ഇപ്പൊ സപ്പോസ് ഇവിടെ എനിക്ക് വേണ്ടത് കസ്റ്റമർ കോൺടാക്ട് നമ്പർ എന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ് ഈ കോൺടാക്ട് നമ്പേഴ്സ് അവിടെ എടുക്കും. അപ്പൊ ഇതാണ് എന്റെ രീതി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഡൈനാമിക്കലി എനിക്ക് അസൈൻ ചെയ്യേണ്ടതാണ്. അപ്പൊ കസ്റ്റമർ നെയിം എന്ന് പറയുന്ന നമ്മുടെ പേര് ഞാൻ എടുത്തു. ഓക്കെ, അതിനുശേഷം എനിക്ക് വേണ്ടത് കേസ് ID ആണ്. ഇപ്പോൾ ഞാനിത് എക്സാമ്പിൾ കാണിക്കുന്നതുകൊണ്ടാണ് ഇവിടെ കേസ് ID ആയിരിക്കില്ല, കാരണം കേസ് ID മൾട്ടിപ്പിൾ യുണീക്ക് അല്ല. അതായത് ഇപ്പൊ ഇവിടെ സപ്പോസ് ഈ കേസ് IDക്ക് പകരം ഓഫർ ID എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ഓഫറിന്റെ പേരാന്ന് വിചാരിക്കാം, ഒരു ഡിവൈസിന്റെ പേരാന്ന് വിചാരിക്കാം. ആ ഡിവൈസിന്റെ പേര് സെയിം ആയിരിക്കും. അപ്പൊ എനിക്ക് ഒരിക്കലും ഡൈനാമിക്കലി ഒന്ന് അസൈൻ ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് അങ്ങനെ ഒരു പേരില്ല. നമുക്ക് വേണ്ട കേസ് ID എന്നോ അല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് വേണ്ടത് ആൾട്ടർനേറ്റ് നെയിം ആണ്. അപ്പൊ ഞാൻ പറയുന്നു ആൾട്ടർനേറ്റ്, അതായത് ഒരു ടെക്സ്റ്റ് ആണ് അവിടെ വേണ്ടത്. അപ്പൊ ഞാൻ പറയുന്നു കേസ് ID. അപ്പൊ കേസ് ID എന്നുള്ളത് നിങ്ങൾ ഡിവൈസ് നെയിം ആയിരിക്കാം നമ്മുടെ കേസിൽ. അപ്പൊ കേസ് ID ഞാൻ 1001 കൊടുക്കുന്നു. സപ്പോസ് നിങ്ങളുടെ ഡിവൈസ് ആണെങ്കിൽ ആ ഡിവൈസിന്റെ പേര് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ കസ്റ്റമർ നെയിം കണ്ടോ, ഹലോ കസ്റ്റമർ നെയിം യുവർ സർവീസ് റെക്കോർഡ് ജോബ് ID ഹാസ് ബീൻ ജനറേറ്റഡ് സക്സസ്ഫുള്ളി. മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, നമുക്കൊരു ഫയൽ വേണം അല്ലെ. അപ്പൊ ഇവിടെ ഒരു ഫയൽ, ഓൾറെഡി ഇതൊരു ഫയലിന്റെ ടെംപ്ലേറ്റ് ആണ്. നമുക്കൊരു ഫയൽ ചൂസ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഫയൽ ചൂസ് ചെയ്യുന്നു. ഇപ്പോ ഞാൻ എന്താ പറയാ, ഒരു ഫയല് ചൂസ് ചെയ്യാം. ഓക്കെ, ഡെലിവറി ഓർഡർ. ഓക്കെ, ഞാനൊരു ഫയൽ ചൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു. ടെംപ്ലേറ്റിനകത്ത് നമ്മൾ കസ്റ്റമർ നെയിം മാപ്പ് ചെയ്തു, കാരണം ഫസ്റ്റ് വരേണ്ടത് കസ്റ്റമർ നെയിം ആണ് ഓൾവേസ്. സെക്കൻഡ് വരേണ്ട പാരാമീറ്റർ കേസ് അത് കൊടുത്തു. അതൊരു ഓപ്ഷൻ അതൊരു സ്റ്റാറ്റിക് പാരാമീറ്റർ ആണ്. അതിന്റെ വാല്യൂ എല്ലാ കസ്റ്റമറും സെയിം ആയിരിക്കും. അതായത് ഇവിടുത്തെ ഞാൻ എക്സാമ്പിൾ എടുത്തേക്കുന്നതാണ്. ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് പ്രൊഡക്റ്റ് നെയിം ആയിരിക്കാം. പ്രൊഡക്റ്റ് നെയിം എല്ലാ കസ്റ്റമറിനും സെയിം ആണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന ക്യാമ്പയിൻ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെയാണ് നമ്മൾ നെക്സ്റ്റ് പരിപാടി. അപ്പൊ നമ്മൾ ടെംപ്ലേറ്റ് റെഡി ആയി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷെഡ്യൂൾ ചെയ്യണോ, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് എടുത്ത് സബ്മിറ്റ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നമ്മുടെ ഈ ക്യാമ്പയിൻ വർക്ക് ആവും. ഇനി അങ്ങനല്ല, ഷെഡ്യൂൾഡ് ടൈം ആണെങ്കിൽ നമുക്ക് എന്തെന്ന് വെച്ചാൽ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാം, ടൈം സെലക്ട് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിതിപ്പം ഓണത്തിനാണ് അയക്കുന്നത്. എനിക്ക് ഓഗസ്റ്റ് 26-ാം തീയതിയാണ് ഓണം. ഓക്കെ, അത് എത്ര മണിക്ക് പോകണം, ഇവിടെ നോക്കിയത് 10, 9 മണി, 4 മണി, 10 അല്ലെങ്കിൽ 9 മണി, 9:00:00:00:00. 9:00. ഓക്കെ, അപ്പൊ എന്താണ് 26/8/2026 9 മണിക്ക് ഇത് പോകും. ഓക്കെ, ഇനി അങ്ങനെയല്ല ഇപ്പൊ പോകണമെങ്കിൽ ഇൻസ്റ്റന്റ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ നെക്സ്റ്റ് കൊടുക്കും. നെക്സ്റ്റ് കൊടുത്തിട്ട് അപ്പോൾ ഒരു സമ്മറി വരും. ഇതാണ് ക്യാമ്പയിന്റെ പേര്, ടെംപ്ലേറ്റ് എടുത്തേക്കുന്നത്, ടൈപ്പ് ഡോക്യുമെന്റ് ആണ്, ഡെലിവറി ഇൻസ്റ്റന്റ് ആണ്, റെസിപ്പിയന്റ് ആണ്, ഷെഡ്യൂൾ ടൈം ഇൻസ്റ്റന്റ് തന്നെയാണ്.
ഹലോ കസ്റ്റമർ നെയിം ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന 4ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നമ്മുടെ ക്യാമ്പയിൻ സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കുന്നു. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റാറ്റസ് പെൻഡിങ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഷെഡ്യൂൾഡ് ആണെങ്കിൽ എപ്പോഴാണോ ഈ ക്യാമ്പയിൻ കംപ്ലീറ്റ് ആവുന്നത് അത്രയും വരെ അങ്ങനെ തന്നെ പെൻഡിങ് ആയിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് എന്താണ് കംപ്ലീറ്റ് ചെയ്ത് പോയി. ഓക്കെ, അതായത് നമുക്ക് വേണമെങ്കിൽ ഏറ്റവും ഇതെടുക്കാം. ഓക്കെ, മൈ മാർക്കറ്റ് ടെസ്റ്റ് V1 എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താണ് ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ പേരിൽ കമ്പനി ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ പേര് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഓൾറെഡി. നമ്മളിപ്പോൾ എത്ര കസ്റ്റമേഴ്സിനാണോ കൊടുത്തത് അത്രയും കസ്റ്റമേഴ്സിന് ഇപ്പം മെസ്സേജ് പോയിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബീറ്റ വെർഷനിൽ എത്രയാണ്, ഇതിൻ്റെ ഒരു നെക്സ്റ്റ് വെർഷനിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സും അല്ലെങ്കിൽ ഇത് എത്ര പേര് കണ്ടു, എത്ര പേര് നോക്കി, അല്ലെങ്കിൽ എത്ര പേര് വായിച്ചു, എത്ര ക്ലിക്ക് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസത്തിൽ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ ബീറ്റ വെർഷനിൽ ഇത്രയും സംവിധാനങ്ങളാണ് ഈ ക്യാമ്പയിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.